2024 ലോകത്തിന്റെ മൊത്തം കടം ലോകത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 93%. അതായത് ലോകം ഒരു വർഷം ഉണ്ടാക്കുന്ന മൊത്തം വരുമാനത്തിന്റെ 93% കടമാണ്. എന്നാൽ 2029 ആകുമ്പോഴേക്കും ഇത് 100% കടക്കും. അതായത് നമ്മൾ ഒരു വർഷം ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ കടം നമുക്കുണ്ടാകും. ഇനി കാര്യങ്ങൾ കൂടുതൽ വഷളായാൽ ഇത് 123% വരെ എത്താമെന്നും IMF പറയുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ടിട്ടില്ലാത്ത അത്രയും വലിയൊരു കടബാധ്യതയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, കോവിഡ് മഹാമാരി. കോവിഡ് കാലത്ത് ലോകം നിശ്ചലമായപ്പോൾ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്താൻ സർക്കാരുകൾ കോടിക്കണക്കിന് പണമൊഴുക്കി. ആരോഗ്യ മേഖലയ്ക്കും ജനങ്ങൾക്ക് നേരിട്ട് സഹായം എത്തിക്കാനും കമ്പനികളെ രക്ഷിക്കാനും ഭീമമായ തുക ചെലവഴിച്ചു. അതേസമയം വരുമാനത്തിന്റെ പ്രധാന മാർഗമായ നികുതി കുത്തനെ ഇടിഞ്ഞു. 2, യുദ്ധങ്ങളും സംഘർഷങ്ങളും. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സംഘർഷങ്ങൾ കൂടിയതോടെ സൈനിക ആവശ്യങ്ങൾക്കുള്ള ചെലവ് വല്ലാതെ വർദ്ധിച്ചു. 3, പ്രായമാകുന്ന സമൂഹം. പല രാജ്യങ്ങളിലും പ്രായമായവരുടെ എണ്ണം കൂടുകയാണ്. ഇത് പെൻഷനും ആരോഗ്യ പരിപാലനത്തിനുമുള്ള ചെലവ് കൂട്ടുന്നു. 4, കാലാവസ്ഥ വ്യതിയാനം. അടിക്കടിയുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾക്ക് ശേഷം നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ സർക്കാരുകൾക്ക് കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കേണ്ടി വരുന്നു. അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം പലിശ നിരക്കുകൾ. കുറച്ചു കാലം മുൻപ് വരെ പലിശ നിരക്കുകൾ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് കടം വാങ്ങുന്നത് എളുപ്പമായിരുന്നു. എന്നാൽ ഇപ്പോൾ ലോകമെമ്പാടും പലിശ നിരക്കുകൾ കുതിച്ചു വരുന്നു. ഇതോടെ പഴയ കടങ്ങൾ തിരിച്ചടയ്ക്കാൻ കൂടുതൽ പണം വേണം. പുതിയ കടങ്ങൾ വാങ്ങുന്നത് അതിലേറെ ചിലവേറിയതായി. ഈ പ്രതിസന്ധി ലോകത്തെ വൻകിട രാജ്യങ്ങളെ പോലും വെറുതെ വിടുന്നില്ല. അമേരിക്ക, ജപ്പാൻ, ഫ്രാൻസ്, കാനഡ, ചൈന, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം അവരുടെ വരുമാനത്തിന്റെ 100%-ലധികം കടമുള്ളവരോ അല്ലെങ്കിൽ ആ നിലയിലേക്ക് എത്താറായവരോ ആണ്. 2029 ആകുമ്പോഴേക്കും അമേരിക്കയുടെ കടം 140%, ചൈനയുടേത് 113% കടക്കുമെന്നാണ് പ്രവചനം. വലിയ രാജ്യങ്ങളുടെ സ്ഥിതി ഇതാണെങ്കിൽ ചെറിയ രാജ്യങ്ങളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. പലർക്കും ഒറ്റയ്ക്ക് ഈ ഭാരം താങ്ങാൻ കഴിയുന്നില്ല. അവർ സഹായത്തിനായി IMF-നെ സമീപിക്കുകയാണ്. അർജന്റീനയാണ് IMF-ൽ നിന്ന് ഏറ്റവും കൂടുതൽ കടം വാങ്ങിയ രാജ്യം. കറൻസിയുടെ മൂല്യം തകർന്നും പണപ്പെരുപ്പം കൂടിയും വലയുകയാണ് ആ രാജ്യം. യുദ്ധം തകർത്ത യുക്രൈനാണ് രണ്ടാമത്. തുടർച്ചയായി വായ്പയെടുത്ത് പിടിച്ചു നിൽക്കുന്ന ഈജിപ്ത് 3-ാം സ്ഥാനത്തുണ്ട്. വർഷങ്ങളായുള്ള കെടുകാര്യസ്ഥതയും രാഷ്ട്രീയ അസ്ഥിരതയും കാരണം വിദേശ വായ്പകളെ ആശ്രയിച്ച് ജീവിക്കുന്ന പാകിസ്ഥാനാണ് 4-മത്. ഈ കണക്കുകൾ അപ്പുറം വലിയൊരു അപകടം പതിയിരിക്കുന്നു. IMF ഇതിനെ ഒരു ഡൂം ലൂപ്പ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് കടം കൂടുമ്പോൾ നിക്ഷേപകർക്ക് പേടിയാകും. അവർ പണം പിൻവലിക്കുമ്പോൾ സാമ്പത്തിക വിപണി തകരും. ഇത് രാജ്യങ്ങളെ കൂടുതൽ വലിയ കടത്തിലേക്ക് തള്ളിവിടും. അപ്പോൾ ഇനി എന്ത്? IMF തന്നെ ഇതിന് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. സർക്കാരുകൾ ഇപ്പോൾ തന്നെ ഉണർന്ന് പ്രവർത്തിക്കണം. അനാവശ്യ ചെലവുകൾ വെട്ടിക്കുറയ്ക്കണം. വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങളിൽ ശ്രദ്ധയോടെ നിക്ഷേപിക്കണം. ഭാവിയിലെ പ്രതിസന്ധികളെ നേരിടാൻ ഒരു കരുതൽ ധനം ഉണ്ടാക്കണം. ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഈ പ്രതിസന്ധി കുറച്ച് കണക്കുകളിൽ ഒതുങ്ങില്ല. അത് കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെയും ലോക സമ്പദ് വ്യവസ്ഥയുടെ ഭാവിയെ തന്നെയും മാറ്റിമറിക്കും. ഈ